വൈഷ്ണവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി കാർത്തിക മാസത്തിൽ ഈ സേവനം എനിക്ക് നൽകിയ കരമന നീലമാധവ സത്സംഗത്തിനും ഐശ്വര്യമാതാജിക്കും കഥാമൃതപ്രവനും എന്റെ നന്ദി അറിയിക്കുന്നു. ഞാൻ ആദ്യമായി ചെയ്യുന്ന ശ്രീമദ് ഭാഗവത സേവനമാണ്. എന്നിൽ നിന്നും വന്നേക്കാവുന്ന തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും സദയം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് എല്ലാ വൈഷ്ണവരോടും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരവനചാരി യമുന തീരവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ ജയ രാധ മാധവ് ജയ രാധ മാധവ് ജയ രാധ മാധവ് ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ ജഗന്നാഥ ജയ ബലദേവ ജയ സുഭദ്രമയീ ജയ സുദർശന ജഗന്നാഥ സ്വാമി നയന പദകാമി ഭവാതു മേ ജയ ഗൗരനിതായ ജയ ഗൗരനിതായ ജയ ഗൗരനിത ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ പ്രഭുപദ ജയ ഗുരുദേവ ജയ ഗുരുദേവ ജയ ഗുരുദേവ നിത്തായ് ഗൗര ഹരി ബോൾ നിത്തായ് ഗൗര ഹരി ബോൾ. श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, अनंत वैष्णववृंद की जय. ഹരേ കൃഷ്ണ. ആദ്യമായി എൻ്റെ ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. കൃഷ്ണാവബോധത്തിൽ എന്നെ ഇവിടെ വരെ എത്തിച്ച എൻ്റെ എല്ലാ ശിക്ഷാ ഗുരുക്കന്മാരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈഷ്ണവർക്കും ഞാൻ എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ എന്നിൽ നിന്ന് വരുന്നതിനായി എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ നമ ആചാര്യപാദായ നിതായ് കൃപാപ്രദായനെ ഗൗരഗദാധാമധായ നഗരഗ്രാമതാരിണെ നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണെ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ ദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ
രാമ രാമ ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം 5-ാം അധ്യായം 29-ാമത്തെ ശ്ലോകം വായിക്കാം. തസ്യേവം മേ അനുരക്തസ്യ പ്രസൃതസ്യ ഹദൈന സഹ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യാനുചരസ്യ ജ. തസ്യേവം മേ അനുരക്തസ്യ പ്രസൃതസ്യ ഹദൈന സഹ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യാനുചരസ്യ ച. തസ്യേവം മേ അനുരക്തസ്യ പ്രസൃതസ്യ ഹദൈന സഹ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യാനുചരസ്യ ച. വാക്കുകളുടെ അർത്ഥം: തസ്യ അവന്റെ, ഏവം അപ്രകാരം, മേ എന്റെ, അനുരക്തസ്യ അവരുമായി സ്നേഹത്താൽ ബന്ധിതമായി, പ്രസൃതസ്യ ആജ്ഞാനുസാരേണ, ഹത അവയിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ടു, ഏനസ പാപങ്ങൾ, ശ്രദ്ധദാനസ്യ വിശ്വസ്തനായവന്റെ, ബാലസ്യ ബാലന്റെ, ദാന്തസ്യ അടിമപ്പെടുത്തി, അനുചരസ്യ നിർദ്ദേശങ്ങളെ കർശനമായി അനുവർത്തിച്ചുകൊണ്ട് ച. വിവർത്തനം ഭാവാർത്ഥം. ശിലപ്രഭുപാദ് കി ജയ്. ഞാൻ ആ മുനിമാരുമായി സ്നേഹത്താൽ ബന്ധിതനായി അത്യന്തം വിനയത്തോടുകൂടി അവരുടെ സേവനത്തിൽ നിരതനായതിനാൽ എന്റെ സർവപാപങ്ങളും സമൂലം നശിപ്പിക്കപ്പെട്ടു. അവരിൽ പൂർണ്ണ വിശ്വസ്തനാകയാൽ ഞാൻ ഇന്ദ്രിയങ്ങളെ കീഴടക്കുകയും മനസ്സാലും ശരീരത്താലും കർശനമായി അവരെ അനുവർത്തിക്കുകയും ചെയ്തു. ഭാവാർത്ഥം: പരിശുദ്ധനായ നിഷ്കളങ്ക ഭക്തന്റെ പദവിയിലേക്ക് ഉന്നതി പ്രതീക്ഷിക്കുന്ന ഭാവി കാല പ്രാപ്യമായ പരീക്ഷാർത്ഥിക്ക് ആവശ്യം വേണ്ടുന്ന യോഗ്യതകളാണിവ. അത്തരം ഒരു പരീക്ഷാർത്ഥി നിശ്ചയമായും സദാ ശുദ്ധഭക്തന്റെ സംസർഗം കാക്ഷിക്കുന്നു. ഒരുവൻ കപടഭക്തനാൽ നയിക്കപ്പെടരുത്. അവിധം ശുദ്ധഭക്തനിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കത്തക്ക വിധം അയാൾ സ്വയം ഋജുവും മസൃണനുമായിരിക്കണം. പരമദിവ്യോത്തമ പുരുഷനിൽ പരിപൂർണമായും സമർപ്പണം ചെയ്ത ആത്മാവാകുന്ന ഒരു ശുദ്ധഭക്തൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പരമനിയന്താവായും മറ്റെല്ലാവരെയും ഭഗവത് സേവകരായും അയാൾ അറിയുന്നു. ലൗകിക സംസർഗത്താൽ മാത്രമേ ഒരാൾക്ക് വർദ്ധിതങ്ങളായ സർവ പാപസന്ധ്യങ്ങളെയും ഒഴിവാക്കാൻ കഴിയുകയുള്ളൂ. ഒരു പുതുഭക്തൻ എപ്പോഴും ശുദ്ധഭക്തനെ വിശ്വാസപൂർവം സേവിക്കണം. മാത്രവുമല്ല, അയാൾ വിനയവും അനുസരണയുമുള്ളവനും നിർദ്ദേശങ്ങളെ കർശനമായി അനുസരിക്കുന്നവനും ആകണം. നിലവിലുള്ള ജീവിത കാലയളവിനുള്ളിൽ തന്നെ ജീവിത വിജയം പ്രാപ്തമാക്കാൻ ദൃഢപ്രതിജ്ഞ എടുത്ത ഒരു ഭക്തന്റെ ലക്ഷണങ്ങളാണ്. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരികൃഷ്ണ. ഈ അധ്യായത്തിൽ തുടക്കം മുതൽ ഇതിന്റെ ഒരു സവിശേഷതയായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യം, ആധ്യാത്മിക ഗുരുവിന്റെ മാഹാത്മ്യം, അദ്ദേഹത്തിന്റെ പ്രാധാന്യം, അദ്ദേഹത്തിന്റെ ആവശ്യകത, ഇതൊക്കെ ഭഗവാന്റെ സാഹിത്യ അവതാരമായ ശ്രീല വ്യാസദേവനാൽ തന്നെ വെളിവാക്കപ്പെടാൻ ഇടയാകുന്നു എന്നുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും മുൻപുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞ് അറിയുന്നത് പോലെ വേദങ്ങളും ഉപനിഷത്തുക്കളും മഹാഭാരതം പോലുള്ള പുരാണങ്ങളും രചിച്ചതിന് ശേഷവും
ആത്മസംതൃപ്തി അനുഭവിക്കാൻ കഴിയാതെ വ്യാകുല ചിത്തനായി സരസ്വതി നദീതീരത്ത് ചിന്താധീനനായിരുന്ന വ്യാസദേവന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ഗുരുവായ നാരദ മഹർഷി എത്തിച്ചേരുകയും അദ്ദേഹം വ്യാസദേവന് ദുഃഖത്തിന്റെ ഹേതു എന്തെന്ന് വിശദമാക്കി കൊടുക്കുകയും ചെയ്യുന്നു. വ്യാസദേവന്റെ ദുഃഖം ജ്ഞാനത്തിന്റെ അഭാവം കൊണ്ടല്ല എന്നും പ്രത്യുത പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ലോകോത്തരവും കളങ്കരഹിതവും ഉദാത്തവും മനോജ്ഞ ഗംഭീരവുമായ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കപ്പെടാത്തത് കൊണ്ടാണ് എന്നും അദ്ദേഹം അരുളി ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഭഗവത് വിഷയത്തിൽ നിന്നും അന്യമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നവ എന്തു തന്നെയായാലും അവ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കാൻ മാത്രമേ സഹായകമാവുകയുള്ളൂ. ഭഗവത് തത്വജ്ഞാനം കൊണ്ട് ശൂന്യമാക്കപ്പെട്ട സാക്ഷാത്കാര ജ്ഞാനം ഭൗതികമായ അഭിനിവേശങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടവാണെങ്കിലും അത് ആത്മാവിന് സന്തോഷം നൽകാൻ ഉതകുന്നതല്ല. ഭഗവത് മാഹാത്മ്യം, ഭഗവാന്റെ നാമരൂപ ഗുണലീലകൾ എന്നിവ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയാത്തതും ജീവാത്മാക്കളെ സ്വധർമ്മം മനസ്സിലാക്കി ജീവേരെ സ്വരൂപഹൈ നിത്യേരെ കൃഷ്ണദാസ ഭക്തിയുത സേവനത്തിലേക്ക് നയിക്കാൻ കഴിയാത്തതും ഫലോദിഷ്ട കർമ്മങ്ങളിൽ തളച്ചിടാൻ സഹായകരമാകുന്നതുമായ രചനകളുടെ നിരർത്ഥകതയെക്കുറിച്ച് നാരദ മഹർഷി വ്യാസദേവന് വിശദീകരിച്ചു കൊടുത്തു. അതായത് ക്രൂരമായ സത്യം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ കാലചക്ര കൃഷ്ണദാസ് പ്രഭു പറഞ്ഞതുപോലെ ഗുരുവിന് മാത്രം വെളിപ്പെടുത്താൻ കഴിയുന്ന ക്രൂരമായ സത്യങ്ങൾ, ഒരു ശിഷ്യൻ വിനയ പുരസരം സ്വീകരിക്കേണ്ട സത്യങ്ങൾ, അതാണ് ഇവിടെ നാരദ മഹർഷി വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ശ്രീമദ് ഭാഗവതം എങ്ങനെ രചിക്കപ്പെടണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഭക്തിയുത ഭഗവത് സേവനത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടു വരുന്ന ഭക്തന്മാർക്ക് ച്യുതി സംഭവിച്ചാൽ പോലും ഭഗവത് സേവനം തുടരുന്നതിനും അവരെ നിലനിർത്തുന്നതിനും ആവശ്യമായ സാഹചര്യം ഭഗവാൻ ഒരുക്കി കൊടുക്കും എന്ന് പറഞ്ഞു. അവരുടെ വീഴ്ച ഒരു ഫലകാംക്ഷയായ ഭക്തന്റേതുപോലെ അല്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഭൗതികമായ അഭിനിവേശം മൂലം അത്രത്തോളം ദൃഢമായി അവസ്ഥിതരല്ലാത്തവർക്ക് ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളുടെ വിശദമായ വർണ്ണനകളിലൂടെ ആത്മസാക്ഷാത്കാര മാർഗങ്ങൾ ദൃശ്യമാക്കണം എന്ന് അദ്ദേഹം വ്യാസദേവനോട് നിർദ്ദേശിച്ചു. നമുക്കറിയാം, വ്യാസദേവൻ സർവമാന ജനങ്ങളുടെയും ക്ഷേമത്തിനായി അവതരിച്ചതാണ്. ഭഗവാന്റെ സാഹിത്യ അവതരമായ അദ്ദേഹത്തിന് തന്റെ ഉൾക്കാമ്പിൽ എല്ലാം കണ്ടെത്താനുള്ള കഴിവും ശക്തിയുമുണ്ട്. എങ്കിലും അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആചാര്യനാണ്. ഒരു ആധ്യാത്മിക ഗുരുവിന്റെ സ്ഥാനം എത്രമാത്രം ഉന്നതമാണ്, ജ്ഞാനപ്രാപ്തിക്ക് വേണ്ടി അദ്ദേഹത്തെ എങ്ങനെ സമീപിക്കണം, ഒരു ആധ്യാത്മിക ഗുരുവിനാൽ എങ്ങനെ ജ്ഞാനം പ്രദാനം ചെയ്യപ്പെടുന്നു എന്നൊക്കെ അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ ആചരിച്ച് കാണിച്ചു തരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശ്രീ രാമചന്ദ്ര ഭഗവാനും സ്വയം ഭഗവാൻ തന്നെയും ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ സേവനം ചെയ്ത് ഇത് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ ആധ്യാത്മിക ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതി എടുക്കുമ്പോൾ ആധ്യാത്മിക സത്യങ്ങൾ എങ്ങനെ വെളിവാക്കപ്പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ഭക്തിയുത സേവനം ആരംഭിക്കുന്നത് യഥാർത്ഥ പരിശുദ്ധ ഭക്തന്മാരുടെ സേവനത്തിലൂടെയാണെന്ന് തന്റെ പൂർവ്വജന്മ വൃത്താന്തങ്ങളിലൂടെ നാരദ മഹർഷി വെളിപ്പെടുത്തി. തീരെ താഴ്ന്ന കുലത്തിൽ ജനിക്കാനിടയായ നാരദ മഹർഷി ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ദാസീവേല ചെയ്തിരുന്ന അമ്മയോടൊപ്പം ചാതുർമാസ വ്രതം അനുഷ്ഠിക്കാനെത്തിയ ഭക്തി വേദാന്തികളുടെ സേവനത്തിൽ ഏർപ്പെട്ടു. അവരുടെ അനുമതിയോടെ അവരുടെ ഉച്ഛിഷ്ടം സ്വീകരിച്ചു. ഇവിടെ അനുമതിയോടെ എന്നത് പ്രത്യേകം പ്രസക്തമാണ്. പരിശുദ്ധ ഭക്തന്മാരുടെ അനുവാദത്തോടെ ലഭിക്കുമ്പോൾ, അത് സ്വീകരിക്കപ്പെടുമ്പോൾ മാത്രമേ അതിൽ അവരുടെ കാരുണ്യവും കൃപയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ചാതുർമാസ വൃതാചരണ കാലത്ത് പരിശുദ്ധ ഭക്തന്മാർ നിരന്തരം നിർവിഘ്നം ഉരുവിടുന്ന ഭഗവത് മാഹാത്മ്യം നാരദ മഹർഷി ശ്രവണം ചെയ്തു. ഇവിടെ ഇതല്ലാതെ മറ്റൊന്നും തന്നെ നാരദ മഹർഷിയുടെ കാതുകളിൽ പതിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നിരന്തരം നിർവിഘ്നം എന്നൊക്കെ ഒരുപാട് പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പരിശുദ്ധ ഭക്തന്മാർ ഭഗവത് കീർത്തനമല്ലാതെ മറ്റൊന്നും തന്നെ ചെയ്യുന്നില്ല. മച്ചിത്ത മദ്ഗത പ്രാണ ബോധയന്ത പരസ്പരം കഥയന്തച്ച മാം നിത്യം തുഷ്യന്തീത രമന്തിജ. അപ്പോ കുട്ടിയായിരുന്ന നാരദ മഹർഷിയുടെ കാതുകളിൽ നിരന്തരം നിർഗളമായിട്ട് ഇത്
കേട്ടുകൊണ്ടിരുന്നത്. അവിടെ പ്രവഹിച്ചുകൊണ്ടിരുന്ന ഭഗവത് മാഹാത്മ്യങ്ങളും ഭഗവാന്റെ കീർത്തനങ്ങളും എല്ലാമായിരുന്നു. ഇപ്പൊ നമ്മള് അറിയാം, കുട്ടികള് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്താണോ കേൾക്കുന്നത് അത് അവരുടെ മനസ്സിലും വല്ലാതെ പതിയും. ഇപ്പൊ നമ്മുടെ കുട്ടികളും അതേപോലെ തന്നെ ചെറുതായിരിക്കുമ്പോൾ തന്നെ അവർക്ക് ഭഗവാന്റെ കഥകളും ഭഗവാന്റെ ലീലകളും ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതല്ലാതെയുള്ള കാര്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ കുറെയൊക്കെ നമുക്ക് ഒഴിവാക്കാനും അവരുടെ ജീവിതം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ അനർഗളമായി പ്രവഹിച്ച ഭഗവത് മാഹാത്മ്യം കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഭഗവാനോടുള്ള പ്രേമാകർഷണം ശക്തമായി എന്നിവിടെ പറയുന്നു. അപ്പൊ ഭഗവത് സേവനത്തില് ശ്രവണത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണെന്ന് ഇവിടെ എടുത്തു കാണിക്കപ്പെടുന്നു. ശ്രവണം രജോ തമോ ഗുണങ്ങളുടെ ആവരണത്തിൽ നിന്നും പുറത്തു വരാൻ ആത്മാവിനെ സഹായിക്കുന്നു എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നു. രജോ തമോ ഗുണങ്ങളിൽ നിന്നും പുറത്തു വന്ന് വിശുദ്ധ തത്വത്തിൽ എത്തുമ്പോൾ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തുടർച്ചയായ ശ്രവണം കൃഷ്ണാവബോധത്തിന്റെ പുരോഗതിക്ക് ഏറ്റവും ആവശ്യമാണ്. ഇവിടെ ഈ ശ്ലോകത്തിൽ തസ്യൈമേ അനുരക്തസ്യ പ്രസൃതസ്യ ഹദൈനസ ശ്രദ്ധദാനസ്യ ബാലസ്യ ദാന്തസ്യാനുചരസ്യ ച. ഞാൻ ആ മുനിമാരുമായി സ്നേഹത്താൽ ബന്ധിതനായി അത്യന്തം വിനയത്തോടുകൂടി അവരുടെ സേവനത്തിൽ നിരതനായതിനാൽ എന്റെ സർവപാപങ്ങളും സമൂലം നശിപ്പിക്കപ്പെട്ടു. അവരിൽ പൂർണ്ണ വിശ്വസ്തനാകയാൽ ഞാൻ ഇന്ദ്രിയങ്ങളെ കീഴടക്കുകയും മനസ്സാലും ശരീരത്താലും കർശനമായി അനുവർത്തിക്കുകയും ചെയ്തു. ഇതില് കുറെ ഗുണങ്ങൾ പറയുന്നുണ്ട്. വിനയം, സേവനനിരത, പൂർണ്ണ വിശ്വസ്തത, അനുവർത്തനം, അങ്ങനെ ഒരുപാട് ഗുണങ്ങളെ പറ്റി ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പോ കൃഷ്ണാവബോധത്തിൽ പുരോഗതി നേടി ഒരു പരിശുദ്ധ ഭക്തന്റെ പദവിയിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തന് വേണ്ടുന്ന യോഗ്യതകൾ, ഗുണങ്ങൾ, ലക്ഷണങ്ങൾ ഇവയെക്കുറിച്ചൊക്കെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. യോഗ്യതയുള്ള ഒരു പരിശുദ്ധ ഭക്തനായ ഗുരുവിന്റെയും യോഗ്യതയുള്ള ഒരു ശിഷ്യന്റെയും സംസർഗത്തിലൂടെ കൃഷ്ണാവബോധം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു എന്ന് പ്രഭുപാദ് പറയുന്നു. ഇവിടെ ചാതുർമാസ്യ വ്രതത്തിന്റെ വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വെറും 4 മാസം കൊണ്ട് പരിശുദ്ധ ഭക്തന്മാരുടെ സംസർഗത്താൽ വളരെ താഴ്ന്ന കുലത്തിൽ ജനിച്ച് വിദ്യാഭ്യാസമോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന നാരദ മഹർഷി എങ്ങനെ പുരോഗമിച്ചു എന്ന് പറയുന്നു. കൃഷ്ണാവബോധത്തിൽ ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുതുഭക്തൻ എപ്പോഴും പരിശുദ്ധന്റെ ഭക്തന്റെ സംസർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിൽ എന്റെ പർപ്പട്ടിൽ പ്രഭുപാദ് പറയുന്നു, പരിശുദ്ധ ഭക്തൻ ഗുരു എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന്. മുൻ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നതും ആയിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഗുരു മുനിഭിർ മഹാത്മിഭിർ, അദ്ദേഹം ഒരു മഹാത്മാവായിരിക്കണം. മുനിഭിർ, മുനിയായിരിക്കണം. മുനി തത്വജ്ഞാനവും ഉള്ള ആളായിരിക്കണം. ഉയർന്ന ചിന്താശക്തിയുള്ള ആളായിരിക്കണം. അല്ലാതെ സ്വന്തമായി തത്വശാസ്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഡ്ഢിയായിരിക്കരുത്. മഹാത്മവി, ആത്മസാക്ഷാത്കാരത്തോടൊപ്പം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മനസ്സിലാക്കുന്നതിലും അദ്ദേഹം മഹാത്മാവായിരിക്കണം. ഒരു കപടഭക്തനായിരിക്കരുത്. ഈ കലിയുഗത്തിൽ കാഷായ വസ്ത്രം ധരിച്ച് തലമുണ്ടനം ചെയ്ത് തിലകവും കണ്ടിമാലയും ധരിച്ച് കമണ്ടലുമായി നടക്കുകയും സ്ത്രീ സംഘത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അനേകം കപട ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഭക്തിവിനോദ ഠാക്കൂർ ഇങ്ങനെയുള്ള കപട ഭക്തന്മാരെ കുറിച്ച് തന്റെ ഒരു കവിതയിൽ പറയുന്നു, എയ്താ ഏക കലീർ ചേല, കലിയുടെ ശിഷ്യന്മാർ എന്നാണ് ഇവരെ പറയുന്നത്. സാധുവിന്റെയും വൈഷ്ണവന്റെയും വസ്ത്രധാരണത്തോടെ ഉള്ളിൽ അനാവശ്യ ചിന്തകളുമായി നടക്കുന്ന കപടഭക്തന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മഹാത്മാവിനെ കുറിച്ച് ഭഗവാൻ തന്നെ പറയുന്നു, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാൻ പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മ സുദുർലഭ. അനേകം ജന്മങ്ങളിലൂടെ കടന്നു പോയതിനു ശേഷവും വാസുദേവനാണ് സർവവുമെന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനവാനായ വ്യക്തി. ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരണം. ഗോവിന്ദനാണ് സർവകാരണങ്ങൾക്കും കാരണമെന്ന് മനസ്സിലാക്കി ആത്മസാക്ഷാത്കാരം നേടി ഭഗവാനെ ശരണം പ്രാപിക്കുന്ന വ്യക്തി, അദ്ദേഹമാണ് മഹാത്മാവ്. വീണ്ടും മഹാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്, മഹാത്മാനസ്തു മാം പാർത്ത ദേവീം പ്രകൃതിയും ആശ്രിത ഭജന്തനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിമഭ്യം. പരമപുരുഷനാണ് താനെന്ന് അറിഞ്ഞുകൊണ്ട് ഭക്തിപൂർവം എന്റെ സേവനത്തിൽ മുഴുകുന്നവർ
അങ്ങനെയുള്ള മഹാത്മാക്കളായ പരിശുദ്ധ ഭക്തന്മാരായിരിക്കണം ഗുരു. അല്ലാതെ ഈശ്വരനോട് മുഖം തിരിക്കുന്ന ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന ദുരാത്മാവായിരിക്കരുത്. അതുകൊണ്ട് ഹരിഭക്തി വിലാസത്തിൽ പറയുന്നു, ഗുരുവിനും ശിഷ്യനും പരസ്പരം 1 വർഷം സമയമെടുത്ത് ഇദ്ദേഹം തന്റെ ഗുരുവാൻ യോഗ്യനാണോ, പുതിയ ഭക്തൻ തന്റെ ശിഷ്യനാകാൻ യോഗ്യനാണോ എന്നൊക്കെ മനസ്സിലാക്കണം. രണ്ടുപേരും പൂർണ്ണ യോഗ്യതയുള്ളവരാകുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ കൃഷ്ണാവബോധം ഉണ്ടാകും. ഇവിടെ നാരദ മഹർഷിക്കും മഹാത്മാക്കളായ പരിശുദ്ധ ഭക്തന്മാരായ ഭക്തി വേദാന്തികളുടെ സംസർഗം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ കൃഷ്ണാവബോധം പ്രാപ്തമായി. അങ്ങനെ പ്രാപ്തമാകാൻ വേണ്ടി നാരദ മഹർഷിക്കുണ്ടായിരുന്ന ഗുണങ്ങൾ, യോഗ്യത എന്തൊക്കെയായിരുന്നു എന്നിവിടെ പറയുന്നു. തസ്സേവം മേ അനുരക്തസ്യ, ഞാൻ അവരുമായി സ്നേഹത്താൽ ബന്ധിതനായി. താൻ ആ മഹാത്മാക്കളെ സ്നേഹിക്കുന്നവനായി മാറി. ഗുരുവിനോട് സ്നേഹമുണ്ടാകണം, അറ്റാച്ച്മെന്റ്. ഗുരുവിലൂടെ മാത്രമേ ഭഗവത് പ്രേമം കൈവരികയുള്ളൂ. അനുരക്തസ്യ പ്രസൃതസ്യ, സ്നേഹത്താൽ ബന്ധിതനായ അദ്ദേഹം പ്രസൃതസ്യ, അവരുടെ ആജ്ഞകളെ വിനയത്തോടെ അനുസരിക്കാൻ തുടങ്ങി. വിനയം, അനുസരണം. അവർ എന്തു തന്നെ നിർദ്ദേശിച്ചാലും ഒരിക്കലും നിരസിക്കാതെ വിനയത്തോടെ അനുസരിച്ച്, വിനയത്തോടെ ആ കുട്ടി നാരദ മഹർഷി അനുസരിച്ചു. ഗുരു എന്തു തന്നെ നിർദ്ദേശിച്ചാലും അത് നമ്മുടെ ആത്മീയ പുരോഗതിക്ക് വേണ്ടിയായിരിക്കും എന്നുള്ള മനസ്സോടെ വിനയത്തോടെ അനുസരിക്കുക. തദ്വിദ്യ പ്രണിപാതേന പരിപ്രശ്നേന സേവയ. പ്രഭുപാദ് പറയുന്നത്, ഗുരുവിനെ അനുസരിക്കാതിരിക്കുക എന്ന മഹാ അപരാധം ചെയ്യുന്നിടത്ത് എല്ലാം അവസാനിച്ചിരിക്കുമെന്നാണ്. ഇനി ഹദൈന്യസഹ, സർവ പാപങ്ങളും സമൂലം നശിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടു. പരിശുദ്ധ ഭക്തന്മാരുടെ സംസർഗത്തിലൂടെ, അവരിൽ നിന്നും ശ്രവിച്ചതിലൂടെ, അവരുടെ അനുമതിയോടെ അവരുടെ ഉച്ഛിഷ്ടം ഭക്ഷിച്ചതിലൂടെ ആ ബാലന്റെ സർവ പാപങ്ങളും ഇല്ലാതാക്കപ്പെട്ടു. അല്പം പോലും ബാക്കിയാവാതെ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഗുരുപരമ്പരയിലൂടെ ഗുരുവിനെയും കൃഷ്ണനെയും അറിയാൻ ഒരു ഭക്തൻ പാപഭരിതമായ ജീവിതത്തിൽ നിന്നും മോചിതനാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് നമുക്ക് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് തന്നിരിക്കുന്നത്. നോ മീറ്റ് ഈറ്റിംഗ്, നോ ഇൻടോക്സിക്കേഷൻ, നോ ഗാംബ്ലിംഗ്, നോ ഇല്ലിസിറ്റ് സെക്സ്. ഇത് പാലിക്കുന്നതിലൂടെ, ഭഗവാനെ നേരിച്ച പ്രസാദം കഴിക്കുന്നതിലൂടെ പാപങ്ങൾ സമൂലം നശിപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പാപങ്ങളിൽ നിന്നും വിമുക്തരാക്കപ്പെടുന്നു. പ്രസാദത്തിന്റെ ശക്തി വളരെ വലുതാണ്. നമുക്കറിയാം, പ്രസാദം കൊടുത്താണ് യാതൊരു ബോധവുമില്ലാതെ മയക്കുമരുന്നിന്റെ ലഹരിയിലായിരുന്ന ഹിപ്പികളായ യുവാക്കളെ പ്രഭുപാദ് കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവരെല്ലാം പരിശുദ്ധ ഭക്തന്മാരാക്കി ഗുരുക്കന്മാരും ഒക്കെ ആക്കിത്തീർന്നത്. കൃഷ്ണാവബോധം ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത്. ഇനി ശ്രദ്ധദാനസ്യ ബാലസ്യ. നാരദ മഹർഷി വളരെ ചെറിയ കുട്ടിയായിരുന്നു, എന്നിട്ട് പോലും ഉറച്ച വിശ്വാസവും അനുസരണയും ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. പരിശുദ്ധ ഭക്തന്മാരെ ഉറച്ച് വിശ്വസിച്ചു. ദാന്തസ്യ, അടിമപ്പെടുത്തി. ആ കൊച്ചുകുട്ടി ഭക്തന്മാരുടെ സേവനത്തിനായി തന്നെ സമർപ്പിച്ചു. ഇവിടെ ഒരു കുട്ടിയാണ് അടിമപ്പെടുത്തുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു മുതിർന്ന വ്യക്തിയല്ല. നമുക്കറിയാം, കുട്ടികളുടെ സഹജമായ വാസനയാണ് കളിക്കുക എന്നത്. ഈ കുട്ടി കളികളിൽ ഒന്നും ഏർപ്പെടാതെ സദാ അവരുടെ കൂടെ നിന്ന് തന്നെ അവർക്ക് സമർപ്പിച്ചുകൊണ്ട് അവരുടെ സേവനത്തിൽ ഏർപ്പെട്ടു. പിന്നെയോ മഹാത്മാക്കളായ അവരുടെ നിർദ്ദേശങ്ങളെ അനുവർത്തിച്ചു, ഫോളോ ചെയ്തു. നമ്മൾ സേവനം ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായ സമർപ്പണത്തോടെ, വിത്ത് ഫുൾ ഡെഡിക്കേഷൻ ചെയ്യുമ്പോൾ മാത്രമേ അതിന് സേവനത്തിന്റെ മാഹാത്മ്യം കൈവരികയുള്ളൂ, അത് സേവനമാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം അതൊരു യാന്ത്രികമായ പ്രക്രിയ മാത്രമായി തീരും. പരിശുദ്ധ ഭക്തന്മാരിൽ നിന്നുള്ള ശ്രവണവും അവരുടെ സേവനവും ഒന്നുകൊണ്ട് മാത്രമാണ് നാരദ മഹർഷിക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ച് ഭഗവത് പ്രാപ്തി കൈവന്നത്. ഭഗവാൻ തനിക്ക് നേരിട്ട് ചെയ്യുന്ന സേവനത്തെക്കാൾ തന്റെ ഭക്തന്മാർക്ക് ചെയ്യുന്ന സേവനത്തിൽ കൂടുതൽ സന്തോഷിക്കുന്നു. ഭഗവാന്റെ പരിശുദ്ധ ഭക്തനായി തീർന്ന നാരദ മഹർഷി, അടുത്ത ജന്മം നാരദ മഹർഷിയായി കിട്ടിയ അദ്ദേഹം
എത്രയോ മഹാഭക്തന്മാരെയാണ് ഉണ്ടാക്കിയത്. നമുക്കറിയാം, പ്രഹ്ലാദ് മഹാരാജാവ്, ധ്രുവ മഹാരാജാവ്, പിന്നെ പ്രഹ്ലാദ് മഹാരാജാവ് അസുരകുലത്തിൽ നിന്നായിരുന്നു. അതേപോലെ തന്നെ നമുക്കറിയാം വാൽമീകി മഹർഷി കാട്ടാള ജന്മമായിരുന്നു മഹർഷിയുടേത്. എന്നിട്ടും നാരദ മഹർഷി എത്രയോ ഉന്നതനായ പരിശുദ്ധനായ ഭക്തന്മാരാക്കി ഇവരെയൊക്കെ മാറ്റി. അതാണ് ഒരു മഹാത്മായ ഗുരുവിന്റെയും ഉത്തമ ശിഷ്യനായിട്ട് വന്ന് ഗുരുവായിത്തീരുന്ന ഒരു ഭക്തന്റെയും ശക്തി. അപ്പോ മഹാത്മാവായ പരിശുദ്ധ ഭക്തനായ ഒരു ഗുരുവിനെ കണ്ടെത്തി സ്നേഹത്തോടെ, വിനയാന്വിതരായി, എളിമയോടെ, ദൃഢനിശ്ചയത്തോടെ, പൂർണ്ണമായ വിശ്വാസത്തോടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയും അനുവർത്തിക്കുകയും ചെയ്ത് സേവന നിരതരാകുന്ന ഒരു ഭക്തന് വളരെ വേഗം തന്നെ കൃഷ്ണാവബോധം പ്രാപ്തമാവുകയും ഉന്നത ഭക്തന്റെ നിലവാരത്തിലേക്ക് ഉയർന്ന് ഈ ജീവിത കാലയളവിൽ തന്നെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്ന് ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നു. നിലവിലുള്ള കാലയളവിൽ തന്നെ ജീവിത വിജയം നേടാൻ ധൃതപ്രതിജ്ഞയെടുത്ത ഭക്തന്റെ നാരദ മഹർഷിയിലൂടെ പ്രഭുപാദ നമുക്ക് ശ്രീല പ്രഭുപാദ് ഉത്തമനായ ഗുരുവും ഉത്തമനായ ശിഷ്യനുമായിരുന്നു. ഗുരുവിന്റെ ആജ്ഞ അനുസരിക്കാൻ 40 രൂപ മാത്രം ശ്രീമദ് ഭാഗവതവുമായി 70-ാമത്തെ വയസ്സിൽ ചരക്ക് കപ്പലിൽ അർജുന മഹാപ്രഭുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ ദൃഢനിശ്ചയത്തോടെ, പൂർണ്ണമായ വിശ്വാസത്തോടെ പാശ്ചാത്യ നാടുകളിലേക്ക് തന്റെ ലക്ഷ്യം പ്രാപ്തമാക്കിയ ശ്രീല പ്രഭുപാദ് ഉത്തമനായ ശിഷ്യന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുപോലെ മഹാത്മാക്കളായ ശാസ്ത്രചക്ഷുക്കളായ പരിശുദ്ധ ഭക്തന്മാരെ, അനേകം ഗുരുക്കന്മാരെ നമുക്ക് നൽകിയ ശ്രീല പ്രഭുപാദർ മുനിഭിർ മഹാത്മകർ ഉത്തമനായ ഗുരുവിന്റെ ഏറ്റവും വലിയ ഉദാഹരണവുമാണ്. ഉത്തമനായ ഗുരുവും ഉത്തമനായ ശിഷ്യനും പരസ്പര പൂരകങ്ങളാണ്. ഉത്തമനായ ഗുരു ഉത്തമരായ ശിഷ്യന്മാരെ ഉണ്ടാക്കുന്നു. ഉത്തമരായ ശിഷ്യന്മാർ ഉത്തമരായ ഗുരുക്കന്മാരാകുന്നു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം की जय, जगत गुरु श्रील प्रभुपाद की जय, श्रील गुरुदेव की जय. ഹരേ കൃഷ്ണ, ഹരിബോൾ. ഞാൻ ഇവിടെ നിർത്തുന്നു. എന്തെങ്കിലും ഭക്തന്മാർ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം. തെറ്റുകുറ്റങ്ങൾ ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. നല്ലൊരു ഫ്ലോ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫ്ലോയിൽ ഇങ്ങനെ വന്നപ്പോ മാജി പെട്ടെന്ന് നിർത്തി കളഞ്ഞു. മാജി ഹരേ കൃഷ്ണ. നന്നായിരുന്നു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാം ഗുരുവിന്റെയും പ്രഭുപാദിന്റെയും വൈഷ്ണവരുടെയും അനുഗ്രഹം. അല്ലാതെ എനിക്കൊന്നും അറിയില്ല. ഞാനിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വളരെ നന്ദിയുണ്ട് മാതാജി. വളരെ മനോഹരമായ, നല്ല ഒഴുക്കുള്ള, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വളരെ നല്ല ക്ലാസ്സാണ് മാതാജി എടുത്തത്. പക്ഷേ മതിയായില്ല. അതിനു മുമ്പ് മാതാജി നിർത്തിക്കളഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചില്ല നിർത്തും. ആദ്യമായിട്ടാണ് പ്രഭു. അപ്പൊ ഞാൻ അധികം എനിക്ക് അങ്ങനെ ഇല്ല. എല്ലാം ഗുരുവിന്റെയും പ്രഭുപാദിന്റെയും വൈഷ്ണവരുടെയും അനുഗ്രഹം. ആദ്യമായിട്ടാണെന്ന് ഒട്ടും തോന്നുന്നില്ല മാതാജി. അത്ര മനോഹരമായിരുന്നു. വളരെ നല്ല ക്ലാസ്. മാതാജിക്ക് ഭക്തി ഉണ്ടല്ലോ. മാതാജി എന്ത് പറഞ്ഞാലും നന്നായിരിക്കും. തീർച്ചയായിട്ടും വളരെ നല്ല ക്ലാസ്സാണ്. മാതാജിക്ക് ഇനിയും ഒരുപാട് ക്ലാസ് എടുക്കാനുള്ള അവസരം ഭഗവാൻ സഹായിച്ചുണ്ട്. മാതാജി മുന്നോട്ട് വരണം. നല്ല നല്ല മാതാജി ഇപ്പോൾ പറഞ്ഞ നല്ല മനോഹരമായ ക്ലാസ്സുകൾ ഇനിയും നമുക്ക് മാതാജിയിൽ നിന്നും വളരെ ആത്മാർത്ഥമായി ഞങ്ങളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നു മാതാജി. വളരെ സന്തോഷം. നന്ദി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു സൻ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. പതിത ഭവൻദാസ് കേൾക്കാവോ? കേൾക്കാം പ്രഭു. മാജി പറഞ്ഞ പർപ്പോട്ടിന്റെ അവസാനത്തെ ഒരു സെന്റൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് മെസ്സേജ് ആണ് നമുക്ക് ഓരോ ഡിവോട്ടീസിനും. എ നിയോഫൈറ്റ് ഡിവോട്ടി മസ്റ്റ് ഫെയ്ത്ത്ഫുള്ളി സെർവ് ദ പ്യൂർ ഡിവോട്ടീസ്
and he should be very much obedient and strictly follow the instruction. These are the signs of a devotee who is determined to achieve success even in existing duration of life. അപ്പൊ എല്ലാവരുടെയും നോർമലി നമ്മള് ചിന്തിച്ചു കൂട്ടുന്നതൊക്കെ എപ്പോ പോകും, എങ്ങനെ പോകാം എന്നതിനെ കുറിച്ചുള്ള വ്യാകുലതകൾ നമുക്ക് പലപ്പോഴും ഉണ്ടാവും. ഭക്തി ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ പറ്റുമോ, ഈ ലൈഫിൽ പോകുമോ എന്നൊക്കെ പറഞ്ഞ കൺഫ്യൂഷൻസും എല്ലാവർക്കും ഒരു ഫെയ്ത്തിൽ ഒരു വ്യത്യാസം വരാറുണ്ട്. പക്ഷേ എക്സിസ്റ്റിംഗ് ഡ്യൂറേഷൻ ഓഫ് ലൈഫ് എന്നാ പറയുന്നത്. ഈ ലൈഫിൽ തന്നെ നമുക്ക് അഷ്വർ ചെയ്യാമെന്ന് പറയുന്നതിന്റെ എബോ പോയിന്റ്സ് ആണ് ഫോളോ ദ പ്യൂർ ഡിവോട്ടി, സെർവ് പ്യൂർ ഡിവോട്ടി ആൻഡ് ഷുഡ് ബി ഒബീഡിയൻ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ. ഈ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ഷുവറായിട്ട് നമ്മൾ ഈ ലൈഫിൽ പോകും എന്നുള്ളത് തന്നെയാണ് ഈ പർപ്പോട്ടിൽ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് ഒരുപാട് പ്രചോദനവും ഒരുപാട് കോൺഫിഡൻസും നമുക്ക് നൽകുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഒന്നുകൂടി സ്ട്രിക്ട്ലി ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് ഞാൻ എന്നോട് പറയുന്ന കാര്യമാണ്. അതുപോലെ ആ ഒരു മെസ്സേജ് എല്ലാവരോടും ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ മാജി, പ്രണാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ ആദ്യമായിട്ട് കയറി, അപ്പൊ ഞാൻ വൈകിട്ട് ക്ലാസ് ഒന്ന് വരച്ചു മാതാജി. അപ്പൊ ഞാൻ ഇപ്പൊ പെട്ടെന്ന് മെസ്സേജ് കണ്ടപ്പോ നോക്കി 8:45 വരെ ഉണ്ടല്ലോ മാതാജിയില് സമയം. അല്ലേ? ഉണ്ട്. ഞാൻ ആദ്യം കുറച്ച് പറഞ്ഞു ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഇനി എല്ലാവരും ഒക്കെ പറഞ്ഞു. ലൈവിൽ മറ്റേ ക്ലാസ് കേക്കല്ല മാതാജിയുടെ, ഞാൻ കേട്ടില്ല മാതാജി, ഞാൻ വൈകി. ഹരേ കൃഷ്ണ. വീട് എവിടെയാ, നാടെവിടാ? ഞാൻ കൊച്ചിയിലാണ് മാതാജി. അതെ. ഞാൻ മറ്റേ ആ ഗ്രൂപ്പിലുള്ളത് നമ്മുടെ ബലരാമ ക്ഷേത്രം കൃഷ്ണ തിരുവനന്തപുരം ആ ഗ്രൂപ്പിലുണ്ട്. എന്നാലും പിന്നെ ക്ലാസ്സുകൾ ഇങ്ങനെ കയറും, ഏതെങ്കിലൊക്കെ കുറെ ക്ലാസ്സുകൾ കയറുന്നുണ്ട്. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നലെ ഞാൻ അതില് ഇത് കണ്ടത്, അപ്പൊ ഞാൻ മറ്റേ ലൈവ് അല്ലാത്തതൊക്കെ ഇന്നലെ കേട്ടു. അപ്പൊ ഇന്നത്തെ ക്ലാസ് രാത്രിയാന്ന് വിചാരിച്ചിരുന്നു. രാവിലെ കയറാൻ മാതാജി. എന്നും മാതാജിയാണോ എടുക്ക ഇതില്? അല്ല, അത് കരമന സത്സംഗത്തിന്റെ ക്ലാസ് ഓരോരുത്തരാണ് മാതാജി ക്ലാസ്. മാറി മാറി എല്ലാ ദിവസവും ലിങ്ക് ഇടാറുണ്ട് അവര് കരമന സത്സംഗത്തിന്റെ വാട്സാപ്പില് ജോയിൻ ചെയ്താൽ മതി. ഓക്കെ മാതാജി. യൂട്യൂബിലല്ലേ അത് വരുന്ന മാതാജി? അത് അല്ല, ലൈവ് അല്ലാത്തത് യൂട്യൂബിൽ നല്ല കിട്ടണത്. അജി ലൈവ് അല്ല, ഇതിനെ റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അല്ലാണ്ട് എല്ലാ ദിവസവും രാവിലെ 8 തൊട്ട് 8:45 വരെ ആ സെയിം ലിങ്കിൽ തന്നെ കയറാനും പറ്റും മാജി. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ആ ലിങ്കിന്റെ യൂട്യൂബിന്റെ മുകളിലുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ മാജിക്ക് അതിന്റെ ഒരു വാട്സപ്പ് ചാനലില് ആഡ് ആവാൻ പറ്റും മാജി. അപ്പൊ ഫസ്റ്റ് തുടങ്ങി കേക്കാല മാതാജി അല്ലേ? അപ്ലോഡ് ചെയ്ത റെക്കോർഡിങ് യൂട്യൂബിൽ ഒന്ന് അവതാരിക തൊട്ടുള്ള ഫുൾ ഉണ്ട് മാജി, അത് കേട്ടാ മതി മാജി. ഓക്കെ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി, ആ മാതാജി ഒന്ന് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഗൗരപ്രിയ മാജി. ഗൗരപ്രിയ മാജി നമ്മുടെ ജയപ്രദാസ് സ്വാമി മഹാരാജിന്റെ ഡിസേപ്പിൾ ആണ്. നമുക്ക് ഗൾഫിൽ നിന്ന് ക്ലാസ് എടുക്കുന്ന ലക്ഷ്മി രാധ മാതാജിയുടെ മദർ ഇൻ ലോ ആണ് ഗൗരപ്രിയ മാജി. മാജി ഒരു സീനിയർ ഡിവോട്ടിയാണ്. മാജി ട്രിവാൻഡ്രത്തും കുറച്ചു നാൾ ഉണ്ടായിരുന്നു. ഇപ്പോ കൊച്ചിയിലാണ് മാജി സെറ്റിൽ ആയിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഡിവോഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് മാജിയുടേത്. മാതാജിയും മാജിയുടെ മകനും മരുമകളും എല്ലാവരും ഡിവോഷണലി വളരെ നല്ല രീതിയിൽ ചെയ്യുന്ന ഫാമിലിയാണ്. അപ്പൊ മാജിയുടെ ക്ലാസ് കിട്ടിയതിൽ വളരെ സന്തോഷം മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുവിന്റെ ക്ലാസ് ഞാൻ എല്ലാ ദിവസവും കേൾക്കാറുണ്ട്, കാണാറുണ്ട് പ്രഭുവിന്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് കേൾക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും. ഹരേ കൃഷ്ണ മാതാജി, കേട്ടു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ മാജി. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വിഷ്ണുപ്രിയ മാജി പറയണം മാജി. വിഷ്ണുപ്രിയ മാജി. ഓക്കെ ഹരേ കൃഷ്ണ. അപ്പോ നമുക്ക് ക്ലോസ് ചെയ്യാമോ മാജി? ചെയ്യാം. ഹരേ കൃഷ്ണ. അല്ല, പ്രഭുവിന് എന്തോ പറയാനുണ്ടെന്ന് പറയാം.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. മാതാജി, ഞാൻ ജനറൽ ആയിട്ട് ഒരു ഭക്തന്മാരുടെ പാർട്ടിസിപ്പൻസിന് വേണ്ടി ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞോട്ടെ. പറഞ്ഞോട്ടെ മാതാജി. പറയൂ പ്രഭു. താങ്ക് യു മാതാജി. കൃഷ്ണകൃപയാൽ പ്രിയപ്പെട്ട നമ്മുടെ പാർട്ടിസിപ്പൻസ്, ഭാഗവതം ക്ലാസ്സിന് വന്നിരിക്കുന്ന പാർട്ടിസിപ്പൻസ് പ്രഭുസ് ആൻഡ് മാതാജീസ്, നമുക്ക് ഓരോ ദിവസവും നടക്കുന്ന ക്ലാസ് തലേ ദിവസം തന്നെ നമ്മൾ ഓരോരുത്തരും ശ്ലോകവും അതിൻ്റെ വിവർത്തനവും പർപ്പട്ടും വായിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യാൻ കഴിയും. അതെങ്ങനെയെന്ന് വെച്ചാൽ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തെ ക്ലാസ് വേറെ ആരെടുത്താൽ കൂടിയും നമ്മളും കൂടെ വായിച്ച് വച്ചിട്ടാണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ശ്ലോകമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെ കഥ പറയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ ശ്ലോകങ്ങളുണ്ട് എന്നൊക്കെ നമുക്ക് വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അത് പിറ്റേ ദിവസത്തെ ക്ലാസ്സിൽ ഇതേപോലെ മാതാജിമാരും പ്രഭുസൊക്കെ എടുക്കുന്ന ക്ലാസ്സിൽ ആ പോയിന്റ്സ് അല്ലാതെ നമ്മൾ ചിന്തിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ക്ലാസ്സിൽ പറയും. എന്നാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു വെച്ച ക്ലാസ് അവർ പറഞ്ഞില്ലെങ്കിൽ കൂടിയും നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഓർമ്മിച്ച് വെച്ച, ചിന്തിച്ച് വെച്ച ആ കഥകളും ശ്ലോകങ്ങളും നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറ്റണമെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഭാഗവതം ക്ലാസ്സിന് വരുന്നത് കൂടാതെ നമ്മൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തെ ക്ലാസ്സിൻ്റെ ശ്ലോകം വായിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ ഭാഗവത ക്ലാസ് കുറച്ചുകൂടി രസകരമായി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ ഭക്തജനങ്ങളോട് ഷെയർ ചെയ്യുന്നു. താങ്ക് യു പ്രഭുജി. താങ്ക് യു മാതാജി. ക്ലോസ് ചെയ്യാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.